2026 CUT UG എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. എന്താണ് ആ അപ്ഡേറ്റിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കോമൺ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി 2025 ഡിസംബർ 27 പുറത്തിറക്കിയിട്ടുള്ള ഒരു അഡ്വൈസറിയാണ്. എക്സാമിനേഷൻ ഏത് മാസമാണ് നടക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2026 എന്ന മന്ത് ഓഫ് മെയ് എന്നുള്ളത് പറയുന്നത് 13 മീഡിയംസ് അക്രോസ് ഇന്ത്യ, 13 ഭാഷകൾ എക്സാമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് ഇതൊക്കെ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞ സംഗതികളാണ്. ഓൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റീസിലേക്കും ഈ പറയുന്ന പ്രോസസ്സ് ഉണ്ടാവും. അപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ട് CUT.NTA.NIC വെബ്സൈറ്റ് വഴിയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കോഴ്സസ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് CUT UG പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട്. റെസ്പെക്റ്റീവ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ടാവും. അതും ഈ വെബ്സൈറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം CUT-യുടെ എല്ലാവിധ അപ്ഡേറ്റ്സും ഇൻഫർമേഷൻസും വെബ്സൈറ്റിലായിരിക്കും ഉണ്ടാവുക. വെബ്സൈറ്റ് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ CUT ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. സിലബസും എന്ത് ചെയ്തിട്ടുണ്ട്, 2026 സിലബസും ചെറിയ അപ്ഡേഷൻസ് ഒക്കെ ചില സബ്ജക്റ്റുകൾ, എക്കണോമിക്സ് ഒക്കെ പോലെയുള്ള ചില സബ്ജക്റ്റുകൾ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏതാണോ പേപ്പർ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആ പേപ്പർ നിങ്ങൾ പ്രത്യേകം വെബ്സൈറ്റിൽ പോയിട്ട് ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതി, നേരത്തെ തന്നെ ഒരു നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ 4 എന്താണ്, നിങ്ങൾക്ക് നേരത്തെ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഡിസ്ക്രിപ്പൻസി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രൊസീജിയർ ഡിഫിക്കൽട്ടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ടൈംലി ആൻഡ് അക്യുറേറ്റ് അപ്ഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ അഡ്രസ് ഫ്രം UIDA തുടങ്ങിയിട്ടൊക്കെയുള്ള സംഗതി, ആധാർ ഒതന്റിക്കേഷൻ, എല്ലാ സംഗതികളും എന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുക. അതൊക്കെ ലാസ്റ്റ് മിനിറ്റ് റഷിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആധാറുള്ള പേരൊക്കെ കറക്റ്റ് അല്ല നോക്കുക. അതുപോലെ തന്നെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, ഇൻ കേസ് ഓഫ് നെയിം മിസ്മാച്ച് ഇൻ ആധാർ കാർഡ് ആൻഡ് 10th എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ് ഓഫ് എനി കാൻഡിഡേറ്റ് ആൻ ഓപ്ഷൻ വിൽ ബി ഗിവൺ ടു ഓവർകം ദിസ് ഇഷ്യൂ ഡ്യൂറിംഗ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റേജ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പൊ നിങ്ങളുടെ ആധാർ കാർഡിൽ ഒരു പേര് വേറെ പേരായിരിക്കും. വേറെ പേര് പറഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടൊക്കെ ഉണ്ടാവും. 10ാം ക്ലാസ്സിലുള്ള സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പൊ ഏതാണ് ഒറിജിനൽ എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും NTA-യുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ CUT-യുടെ വെബ്സൈറ്റും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കൂടുതൽ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.